ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിന്റെ സന്ധ്യാവേളയിൽ ഈ തിരുവചന പഠന മീറ്റിംഗിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നാമത്തിൽ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സന്ധ്യയിലെയും നമ്മുടെ കൂടി വരവും തിരുവചന പഠനവും നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും മുഖാന്തരമായി തീരട്ടെ. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഞാൻ വന്ന സമയം മുതൽ ആരംഭിച്ചതായിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉള്ളതായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ആദ്യത്തെ 1 വർഷത്തോളം അത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസ പ്രാർത്ഥനയായിട്ട് നമുക്ക് ദൈവാലയത്തിൽ കൂടിയപ്പോൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം കോവിഡ് ദേശത്തെ വിഴുങ്ങിയപ്പോൾ ഓൺലൈനായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചു. അതുകൊണ്ട് സുവിശേഷത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരുന്നു. നമുക്ക് പല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു, ഒരുമിച്ചുള്ള കൂടിവരവ് നഷ്ടപ്പെട്ടു, കാണുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു, പോക്കുവരവ് ഇല്ലാതെയായി. എങ്കിലും തിരുവചനത്തിന് തടസ്സങ്ങളൊന്നും കൂടാതെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 1 വർഷത്തിൽ നമ്മളായിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ തിരുവചനത്തിന് സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വർഷത്തിന്റെ പ്രത്യേകത. ദേശാന്തരങ്ങളിലേക്ക് ഈ തിരുവചനത്തിന് യാത്ര ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കോവിഡ് തീർച്ചയായിട്ടും ആ കണക്കിൽ നോക്കിയാൽ ഒരു വലിയ അനുഗ്രഹം ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത് പോലെ തിരുവചനത്തിന് ഒരിക്കലും ഒരു തടസ്സവുമില്ല. അത് അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ 2 വർഷക്കാലം ഈ തിരുവചന പഠനത്തിൽ സംബന്ധിച്ചതായിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും ഉള്ളതായ പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ റോമൻ നാട്ടിലേക്കുള്ളതായ യാത്രയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളിലെ 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മാൾട്ട ദ്വീപിൽ വെച്ചിട്ട് താൻ സഞ്ചരിച്ചതായിട്ടുള്ളതായ കപ്പൽ അപകടത്തിൽപ്പെട്ട് അത് തകരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് അവര് നീന്തി ആ മാൾട്ട ദ്വീപിൽ പ്രവേശിക്കുന്നു എന്നുള്ളതായ കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ആ മാൾട്ട ദ്വീപിലെ ജനം അവരെ വളരെ സൗഹാർദ്ദപരമായിട്ട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് ശൈത്യകാലമായ ഒരു സാഹചര്യം കൂടി ആയിരുന്നത് കൊണ്ട് ഇവർക്ക് യാതൊരു തരത്തിലുമുള്ളതായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം അവിടെയുള്ള ആളുകൾ ഇവരെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് അവർ വിറക് പെറുക്കി തീ കൂട്ടുന്നതായിട്ടുള്ള രംഗം നമ്മൾ ആദ്യത്തെ ആ പാരഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസും അവരോടൊപ്പം ചേർന്ന് വിറക് പെറുക്കി തീ കൂട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഒരു അണലി ആ വിറകിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ പൗലോസിന്റെ കരങ്ങളിൽ കടിക്കുന്നു, അല്ലെങ്കിൽ കരത്തിൽ ചുറ്റുന്നു. അത് കണ്ടപ്പോൾ ഈ ദ്വീപ് നിവാസികൾ വിചാരിച്ചത് ഇദ്ദേഹം ഒരു കൊലപാതകൻ ആയിരിക്കും എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടായി. അദ്ദേഹം മരിക്കുന്നത് കാണുവാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചു വീഴും എന്നുള്ള ഒരു ചിന്തയോടും പ്രതീക്ഷയോടും കൂടെ ദ്വീപ് നിവാസികൾ നിൽക്കുകയാണ്. നീതിദേവി, അവര് വിശ്വസിക്കുന്നതായിട്ടുള്ള ദൈവം അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ഒക്കെ അവർ നോക്കി ഇരുന്നു. എങ്കിലും ഒന്നും സംഭവിക്കാതെ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ദേവനാണ് എന്നുള്ളതായ ഒരു ചിന്തയിലേക്ക് വരുന്നു. അവിടെ ഈ കാര്യങ്ങളൊക്കെ പിന്നെയും പറഞ്ഞു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തോടുകൂടി ഇത് പഠനം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത തന്നെയാണ്. എങ്കിലും തിരുവചനമാണല്ലോ, അത് ധ്യാനിക്കുന്നതോറും പിന്നെയും ഇങ്ങനെ പുതിയ നീരുറവ ഒഴുകി വരും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അധികം ദീർഘിപ്പിക്കത്തില്ല. അവിടെ ഒരു ചെറിയ കാര്യം പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ ദ്വീപ് നിവാസികൾ അവരെ ബർബരന്മാരെന്നാണല്ലോ അവരെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓർമ്മിപ്പിച്ചിരുന്നു. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത എല്ലാവരും ബർബരന്മാരെന്നുള്ളതായ ഒരു ലിസ്റ്റിൽ അവർ പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് ഭാഷയില്ലാഞ്ഞിട്ടല്ല, ഇതൊരു റോമൻ പ്രൊവിൻസ് ആണ് ഈ മാൾട്ട ദ്വീപ് എന്ന് പറയുന്നത്. റോമൻ പ്രൊവിൻസ് ആയിരിക്കുന്ന ഈ മാൾട്ട ദ്വീപിൽ ഒരു പ്രമാണിയെ അവരാക്കിയിട്ടുണ്ട്. പുബ്ലിയസ് എന്ന് പറയുന്ന ഒരു പ്രമാണി അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ ജനം ഇവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു.
എന്നാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. എന്താണ് അവർ പറയുന്നത്? പൗലോസിന്റെ കയ്യിൽ ഒരു പാമ്പ്, ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട അവന്റെ കൈക്ക് ചുറ്റി. ഒരുപക്ഷെ അത് കടിച്ചു കാണും എന്ന് തന്നെ വിചാരിച്ചു കൊള്ളുക. നമുക്കറിയില്ല കടിച്ചോ ഇല്ലയോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടില്ല. തീർച്ചയായിട്ടും അണലി ദേഹത്തെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും എന്നുള്ളത് തന്നെ അർത്ഥം മനസ്സിലാക്കാം നമുക്ക്. പക്ഷെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യം, ഇവരുടെ മനോഭാവം എന്തായിരുന്നു? ഈ ദ്വീപ് നിവാസികളുടെ, മാൾട്ടാക്കാരുടെ മനോഭാവം എന്തായിരുന്നു? ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ ഒരു വിധി എഴുതി. ആ വിധി എന്താണ്? ഇദ്ദേഹം ഒരു കൊലപാതകനാണ്. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത കൂട്ടുനിന്നിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. അതായത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് അനുവാദം നൽകിയ ഒരു വ്യക്തിയാണ്. അപ്പം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഇവരിവിടെ പറയുന്നുണ്ടാണ്, ഈ മനുഷ്യൻ ഒരു കൊലപാതകനാണ്. അവരുടെ കാഴ്ചപ്പാടിൽ അക്ഷരീയമായിട്ട് ആ പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കാം അവരത് പറയുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ ചിന്ത ഒരു നെഗറ്റീവ് റോളിലാണ്. നമ്മൾ ഒരാളെ കുറിച്ച് അറിയുന്നതിന് മുൻപ് ആ ആളെ കുറിച്ച് ഒരു വിധിയെഴുത്ത് നടത്തും. നമുക്ക് ഏതായാലും മാൾട്ടക്കാർക്ക് പൗലോസിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. ആദ്യമായിട്ടാണ് മാൾട്ടയിൽ അദ്ദേഹം കടന്നു ചെല്ലുന്നതെന്ന് ഓർക്കണം. അതും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവരവിടേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് പൗലോസിനെ അവർ കാണുന്നത്. അപ്പോ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയുടെ പൂർവ്വകാല ചരിത്രമൊന്നും ഇവർക്ക് അറിയുകയില്ല. എന്നിട്ടും അവർ പറയുകയാണ്, ഈ ഒരു കാര്യം കണ്ടിട്ട് അവർ പറയുകയാണ്, ഇദ്ദേഹം ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിലും മാൾട്ടാക്കാരുടെ സ്വഭാവം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്നുള്ളൊരു ആത്മീയ ചിന്തയാണ്. നമുക്ക് ഒന്നും അറിയത്തില്ലായിരിക്കാം, ഒരു വേറെ കോഴ്സും അറിയത്തില്ലായിരിക്കാം, അല്ലെ പരിമിതമായിട്ടുള്ള അറിവായിരിക്കാം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പലരെയും ജഡ്ജ് ചെയ്യും. അദ്ദേഹം ഇങ്ങനെയാണ്, ഇദ്ദേഹം അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇവരങ്ങനെയാണ് എന്നുള്ള നിലയിൽ നമ്മൾ ചില ജഡ്ജ്മെന്റുകൾ നടത്തും. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസിനെ കുറിച്ച് കൊലപാതകൻ എന്ന് അവർ പറയുന്നു. തെറ്റായിട്ടുള്ളതായ ഒരു ധാരണയാണ്. എന്നാൽ ആ ധാരണ അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ പറഞ്ഞത് ഇദ്ദേഹം ദേവന, ഒരു ദൈവമായിട്ട് അങ്ങ് ചിത്രീകരിക്കും. കാരണം അണലി കടിച്ചിട്ട് മരിച്ചില്ല. അപ്പോ അദ്ദേഹം എന്താണ്, ഒരു ദേവനായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കുകയാണ്. പെട്ടെന്നാണ്, അടിക്കടി സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൊലപാതകനായ മനുഷ്യൻ നിമിഷങ്ങൾക്കുള്ളിൽ നീതിമാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈവമായിട്ട് പോലും അവിടെ ചിത്രീകരിക്കപ്പെടുകയാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട്, ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ട്. നമ്മൾ ഒരാളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ഇരിക്കെ ആ വ്യക്തിയെ കുറിച്ച് എന്തെല്ലാം വേണമെങ്കിലും നമ്മൾ പറഞ്ഞ് പരത്താനായിട്ട്, പറഞ്ഞ് പിടിപ്പിക്കാനായിട്ട്, കളറുള്ള കഥകൾ മെനയുവാനായിട്ടുള്ളതായ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ മാൾട്ടയുടെ ചരിത്രത്തിൽ നിന്ന് മാൾട്ട ദ്വീപിലെ വിശ്വാസികളുടെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നതായ അനുഭവം, ആ ഒരു സ്വഭാവ പ്രകൃതി ദൈവജനത്തിന് യോജിച്ചതല്ല എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അടിക്കടി ഈ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ചാഞ്ചാട്ടമുള്ളതായ ഒരു ജനതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവജനം ചാഞ്ചാട്ടമുള്ളവരായി മാറുവാനായിട്ട് പാടില്ല, ചാഞ്ചല്യമുള്ളവരായി തീരുവാനായിട്ട് പാടില്ല. ചാഞ്ചാട്ടം വരുന്നത് എന്തുകൊണ്ടാണ്? നാം പറഞ്ഞത് അബദ്ധമാണ് എന്ന് കരുതിയപ്പോൾ തിരുത്തുക. ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകത അക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരം നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം, തെറ്റു പറഞ്ഞു പക്ഷെ തിരുത്തുന്ന ഒരു മനോഭാവം അവർക്കുണ്ടായി. നമ്മൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്തം അത് അപ്രകാരം തന്നെ ഇരിക്കും. നമ്മൾ വാസ്തവം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ പോലും പറഞ്ഞ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളത് ഓർക്കണം. എന്നാൽ മാൾട്ട ദ്വീപിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റൊരു പ്രത്യേകത, അവർ ആദ്യമേ ചിന്തിച്ചു, തെറ്റിദ്ധരിച്ചു, ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കുഴപ്പക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിച്ചപ്പോൾ അവർ നേരെ അത് തിരിച്ചു പറയുവാനായിട്ടും ഇടയായിത്തീർന്നു. തങ്ങൾക്ക് തെറ്റ് പറ്റിയതിനെ തിരുത്തുവാനായിട്ടും ഇടയായിത്തീർന്നു.
അപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ മാൾട്ട ദ്വീപിലെ ജനത്തിൽ നിന്ന് പല കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവവാന നമ്മളോട് പറയുന്നത്. തെറ്റ് പറ്റിയാൽ തിരുത്തുക. ഒരാളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ, തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അപ്രകാരമല്ല, ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിട്ടായിരുന്നു, തെറ്റായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി ചിന്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തിരുത്തുവാനായിട്ടുള്ളതായ ഒരു നല്ല മനസ്സിന്റെ ഉടമകൾ കൂടെ ആയിരിക്കണം നാം ഓരോരുത്തരും എന്നുള്ളത് അവിടുന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ദ്വീപിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചത് കൊണ്ട് വിശദീകരിക്കത്തില്ല, ആദ്യമായിട്ട് ഇവർ പ്രവേശിക്കുന്നു. ഈ ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് അത് മുഖാന്തരമായി മാറി എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. മാൾട്ട ദ്വീപിലെ വിശ്വാസികളെ ഒരിക്കലും, വിശ്വാസികൾ എന്ന് പറയുന്നില്ല, ഈ ബർബരന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിഡന്റ് ഉണ്ടായത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീർന്നു. ലാസർ കല്ലറയിലായി തീർന്നപ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം പ്രയാസകരമായ സാഹചര്യമാണെങ്കിലും, ജീവൻ എടുക്കും എന്നുള്ളതായ ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് വിനിയോഗിക്കുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രതികൂലമായിട്ടുള്ളതായ ഒരു അനുഭവത്തെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതാനുഭവത്തെ യഹോവയായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു അതൊരു മഹത്വത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഈ ദ്വീപിൽ ഉണ്ടായിരുന്നായിട്ടുള്ള, ഈ ഐലൻഡിൽ ഉണ്ടായിരുന്നായിട്ടുള്ള സകല ആളുകൾക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞു. കാരണം അവിടെ എന്താണ്, ഈ പുബ്ലിയോസ് എന്ന് പറയുന്ന പ്രമാണി, ഈ ദ്വീപിന്റെ പ്രമാണി ആയിരിക്കുന്ന മനുഷ്യന്റെ അപ്പന് രോഗിയായിട്ട് കിടക്കുകയാണ്. ആ രോഗിയെ ആദ്യമേ സൗഖ്യപ്പെടുത്തി. അതോടുകൂടെ എന്ത് സംഭവിച്ചു? ഈ ന്യൂസ് കണ്ടമാനം ആ ദ്വീപിൽ സ്പ്രെഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ദ്വീപിൽ ഉണ്ടായിരുന്ന സകല ആളുകളും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചത്, ഏകദേശം 70 മൈൽ നീളവും 9 മൈലോളം വീതിയുമുള്ളതായിട്ടുള്ള ഐലൻഡ്. ആ ഐലൻഡിലുള്ളതായ സകല ആളുകളും അവരുടെ രോഗങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നതായിട്ടുള്ള രംഗമാണല്ലോ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സൗഖ്യം വരുന്നു, ദ്വീപിലെ മറ്റ് ദീനക്കാരും സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഈ മാൾട്ട ഐലൻഡ് ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. വചനം അറിയാത്തതായ, യേശുക്രിസ്തുവിനെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്തതായ ഒരു ദ്വീപായിരുന്നു. എന്നാൽ ഇപ്രകാരം ഒരു ഷിപ്രക്ക് അവിടെ ഉണ്ടായത് മുഖാന്തരം പൗലോസ് അപ്പോസ്തലൻ അവിടെ എത്തിച്ചേരുവാനായിട്ടും ഇരുട്ടി വ്യാപിച്ചിരുന്നതായ, അന്ധകാരാവൃതമായിരുന്നതായിട്ടുള്ള ആ ഐലൻഡിന് വെളിച്ചം പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ട്, നമുക്കറിയാമല്ലോ. ഗലീല പ്രദേശത്തേക്ക് പോകുന്നു. ഇരുട്ടിൽ കിടന്ന ഒരു വലിയ ജനം വെളിച്ചം അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. സെബലൂൻ പ്രദേശവും നഫ്താലി പ്രദേശവും ഒക്കെ മരണകരമായിട്ടുള്ള ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരാണ്. അവിടെ അവർക്ക് സൗഖ്യം പ്രാപിപ്പാൻ, വെളിച്ചം അനുഭവിപ്പാൻ, അന്ധകാരം മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെയും ജീവിതത്തിൽ മാൾട്ട എന്ന് പറയുന്ന ദ്വീപിനെ, അന്ധകാരാവൃതമായിരുന്നിട്ടുള്ള ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നതായ ഈ ജനതയെ മുഴുവനും വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവജനത്തിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുന്നു എങ്കിൽ, പ്രതികൂലം ഉണ്ടാകുന്നു എങ്കിൽ, ദൈവഹിതപ്രകാരമായിട്ടുള്ളതായ കഷ്ടതകളെ ദൈവം നന്മയിലേക്ക് നയിക്കുകയും അത് അനേകരുടെ ജീവിതത്തിന് വിടുതലിന്, സൗഖ്യത്തിന്, സമാധാനത്തിന് മുഖാന്തരമായി തീരുന്നു. മാത്രമല്ല അനേകരുടെ ജീവന് അത് വെളിച്ചമായി മാറുവാനായിട്ട് ഇടയായിത്തീരുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ടും ഇടയായിത്തീരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഈ മാൾട്ട ദ്വീപ്, ഈ ഐലൻഡ് ഇരുട്ടിലായിരുന്നു, ഇപ്പോഴിതാ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിന് ദൈവം ഇപ്രകാരമുള്ള ഒരു സംഭവത്തെ അവിടെ ക്രമപ്പെടുത്തി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ ദൈവം നന്മയിലേക്ക് നയിക്കുകയും അനേകരുടെ വിടുതലിന്, നമ്മൾ പോലും അറിയാതെ ആയിരിക്കാം, ഒരുപക്ഷെ അനേകരുടെ വിടുതലിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രാരംഭമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. തുടർന്ന് 3 മാസം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. 3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത കപ്പലിലേക്ക് പ്രവേശിക്കുന്നത്. ആ 3 മാസവും പൗലോസ് അപ്പോസ്തലൻ തീർച്ചയായിട്ടും ഈ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ നോക്കണം, ആ ദേശം മുഴുവനും മാനസാന്തരപ്പെട്ടു. അവരുടെ അന്ധകാരം മാറി. അവർക്ക് അസ്വസ്ഥതയുള്ള ജനമായിരുന്നു, രോഗികളായിരുന്നു,
വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ജനമായിരുന്നു, വിടുതലില്ലാതിരുന്ന ജനമായിരുന്നു, എന്നും അവരുടെ വേദനയിൽ അവർ വിലപിച്ചുകൊണ്ടിരുന്ന ഒരു ജനമായിരുന്നു. അപ്പോൾ അത് വിലാപത്തിന്റെ ദേശമായിരുന്നു, ഇരുട്ടിന്റെ ദേശമായിരുന്നു, സമാധാനമില്ലാത്ത ദേശമായിരുന്നു, ദൈവത്തെ അറിയാത്ത ദേശമായിരുന്നു, സന്തോഷമില്ലാത്ത ദേശമായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ഒരു ദേശത്തിന് പൂർണ്ണ വിടുതൽ പ്രാപിച്ചു. അവരിൽ ഒരു ദൈവിക സമാധാനം വ്യാപരിച്ചു. അവർ വചനം കേട്ടു. ആ വചനം അവരെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലനെ കർത്താവ് അതിനു വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിച്ചു. ഒരു ദേശം മുഴുവനും വെളിച്ചം നൽകുവാൻ പൗലോസ് അപ്പോസ്തലനെ ദൈവം ഒരു പവർ ഹൗസ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെ അയലൻഡ് മുഴുവനും പൗലോസ് എന്ന് പറയുന്ന കർത്താവിന്റെ അപ്പോസ്തലനിൽ കൂടെ പ്രകാശപൂരിതമായി മാറുവാൻ സ്വർഗം അവിടുന്ന് സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഇരുട്ട് മാറി വെളിച്ചം വന്നപ്പോൾ എന്തുണ്ടായി? ഒരു വലിയ സന്തോഷം അവിടെ ഉണ്ടായി. ആ സന്തോഷം നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഈ പൗലോസും കൂടെയുള്ളതായ മറ്റ് തടവുകാരും 3 മാസത്തിന് ശേഷം അവിടുന്ന് പടക് മാറി, കപ്പൽ മാറി റോമിലേക്ക് തുടർന്നുള്ള യാത്ര തുടങ്ങുമ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്? 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞുണ്ട്, അവരും ഏറിയ സമ്മാനം തന്ന ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മളിവിടെ കാണുന്നത്? ഒരു മാനസാന്തരപ്പെട്ട ജനത്തിന്റെ പ്രതികരണമാണ് നമ്മളവിടെ കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് അതിനു മുമ്പ് അപ്രകാരമുള്ളതായ അനുഭവം ഉള്ളവരാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ ആ പ്രകാശം, ആ വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കൈ തുറക്കുന്ന ജനമായിട്ട് അവർ മാറി, കൊടുക്കുന്ന ജനമായിട്ട് മാറി, സഹായിക്കുന്ന ജനമായിട്ട് മാറി. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇന്ന് അവർ സന്തോഷത്തോടു കൂടെയാണ് ആയിരിക്കുന്നതെന്ന് ഓർക്കണം. പൗലോസിന്റെയും കൂട്ടുകാരുടെയും അല്ലെങ്കിൽ പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുന്ന കൂട്ടരുടെയും എല്ലാം നഷ്ടപ്പെട്ടവരാണെന്ന് ഓർക്കണം. അവരൊന്നുമില്ലാത്തവരായിട്ടാണ് ഈ മാൾട്ടാ ദ്വീപിലേക്ക് പ്രവേശിച്ചത്. ഉടുത്തിരുന്ന വസ്ത്രമല്ലാതെ അവർക്കൊന്നുമില്ലായിരുന്നു. കാരണം അവർക്ക് കഴിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ലാത്തവരായിട്ട് അവർ പ്രവേശിച്ചു, ആ ദ്വീപിൽ പ്രവേശിച്ചു. എന്നാൽ എല്ലാം ഉള്ളവരായിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുകയാണ് എന്ന് ഓർക്കണം. അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും കപ്പലിൽ കയറ്റി കൊടുക്കുവാൻ ഈ ഐലൻഡിലെ നിവാസികളെ ദൈവം ഒരുക്കി എന്നുള്ളത് ഓർക്കണം. ദൈവത്തിന്റെ ജനമേ, ചിലപ്പം ജീവിതത്തിൽ എന്താ പറയുക, നനച്ചിരിക്കാത്ത നാഴികയിൽ എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടെന്ന് വരും, ഒന്നുമില്ലാത്തവരായി മാറിയെന്ന് വരും. നിമിഷ നേരം കൊണ്ടായിരിക്കും നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട്, ഉടുതുണിയല്ലാതെ, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ, നമ്മുടെ സമ്പത്തുകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തതും നമ്മൾ സമാഹരിച്ചതും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടായിരിക്കാം തീരുന്നത്. ജീവൻ മാത്രമായിരിക്കും കൈമുതലായി നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ ഇവിടെ കണ്ടോ, ഒരു ദൈവ പൈതൽ ആ പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പടകിലുള്ള ആളുകൾക്ക് മുഴുവനും ജീവൻ തിരികെ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദൈവ പൈതൽ മുഖാന്തരം ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണല്ലോ ഒരുത്തൻ പോലും ഓടിപ്പോകാതെ എല്ലാവരും ഈ കരയിലേക്ക് വന്നു. വേറെ ഓപ്ഷൻ ഒന്നും അവർക്കില്ലായിരുന്നു കാണുമെങ്കിൽ പോലും അവർ മടങ്ങി വന്നു. അല്ലെങ്കിൽ കടലിൽ നിന്ന് നീന്തി വരാതെ രക്ഷപ്പെടാനായിട്ട് അവർ ശ്രമിച്ചേനെ. മാനസാന്തരം ഉണ്ടായതിന്റെ കൊണ്ടാണ് അവരെല്ലാവരും ആ ഐലൻഡിലേക്ക് വന്നത്. മാത്രമല്ല ആ ഐലൻഡ് ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ ഒന്നുമില്ലാത്തവരായിട്ട് അവിടേക്ക് പ്രവേശിച്ചു. ജീവിതത്തിൽ പെട്ടെന്നൊരു തകർച്ചയുണ്ടായി. ആ തകർച്ച അവരെ ഒന്നുമില്ലാത്തവരാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാം ഉള്ളവരായി അവർ മടങ്ങുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം എല്ലാം നഷ്ടപ്പെടുന്നത്. ഇയ്യോബിന് എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടുക. കണ്ണ് ഇമയ്ക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ 1 by 1 ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ആ ഒരു പരിശോധന ടൈം കഴിഞ്ഞപ്പോൾ ഒരു 3 മാസക്കാലം നമുക്ക് ചിന്തിക്കാം, ഒരു പക്ഷേ പരിശോധന ടൈം ആയിരുന്നിരിക്കാം. ആ 3 മാസം കൊണ്ട് ഒരു ദ്വീപ് മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയം കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് മടങ്ങുമ്പോൾ എല്ലാം ഉള്ളവരായിട്ട് മടങ്ങുകയാണ്. ആവശ്യത്തിലധികമായിട്ട് ദൈവം നന്മകളെയും അനുഗ്രഹങ്ങളെയും അവിടെ കൊടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. വെറും കൈയായി പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ചില പ്രതികൂലങ്ങൾ നമ്മളെ ഒന്നുമില്ലാത്തവരാക്കി മാറ്റിയെന്ന് വന്നേക്കാം. ജീവിതം ഒരു വലിയ തകർച്ചയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി എന്ന് വന്നേക്കാം. നാം നനച്ചിരിക്കാത്ത നാഴികയിൽ ജീവിതം ഏറ്റവും ഉന്നതമായ അനുഭവത്തിൽ നിന്ന് തകർന്ന തരിപ്പണമായി താഴെ പോയി എന്ന് വന്നേക്കാം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നു പോയി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവിന് വേണ്ടി വീറോടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, നാം കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ,
ദൈവഹിതം പ്രതികൂലങ്ങളുടെ നടുവിലും കഷ്ടതകളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നിറവേറ്റുവാൻ നാം ഒരുക്കമാകുന്നു എങ്കിൽ നിരാശപ്പെട്ടു പോകാതെ ചാഞ്ചല്യമില്ലാത്തവരായി ക്രിസ്തുവിന് വേണ്ടി അവസാനത്തോളം കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നും ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ഉറച്ച നിശ്ചയത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവത്തോടെ ചേർന്നിരിക്കാനായിട്ട് കഴിയുന്ന ദൈവ പൈതലിനെ അവൻ വെറുകയായിട്ട് വിടുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് അനുഗ്രഹിച്ചു തരുവാനായിട്ടും ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ഓർക്കുക, കഷ്ടത വന്നെല്ലാം തീർന്നു, ദാരിദ്ര്യം വന്നെല്ലാം തകർന്നു, സാമ്പത്തിക ഞെരുക്കം വന്നെല്ലാം തകർന്നടിഞ്ഞ് ഒരു പരുവമായി മാറിപ്പോയി, ഇനി എന്റെ ജീവിതത്തില് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ള ചിന്തയോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് സന്ധ്യയിൽ ഓർത്തുകൊള്ളാം, അല്ല, ദൈവത്തിന് നിന്നെ ഉയർത്തുവാനായിട്ട് കഴിയും, ദൈവത്തിന് നിന്നെ നിറച്ചു തരുവാനായിട്ട് കഴിയും. ശൂന്യമാക്കുന്ന പടകുകളെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വെറുമയായി മാറുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്റെ പടകിനെയും നിന്റെ വലയെയും നിന്റെ ജീവിതത്തെയും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ കർത്താവ് തന്നെ നിന്റെ പടകിനെ നിറച്ചു തരുമെന്നുള്ളത് ഓർത്തുകൊള്ളാം. നിന്റെ വലയ്ക്കകത്ത് നീ കണ്ടിട്ടില്ലാത്തതിൽ പരം മത്സ്യത്തെ കൂട്ടി വരുത്തുവാനായിട്ട് കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഓർത്തുകൊള്ളണം, എല്ലാം തീർന്നു, ഞാനിത് ഒന്നുമില്ലാത്തവനായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കാതെ നിന്നെ എല്ലാം ഉള്ളവനാക്കി തീർക്കുവാൻ വേണ്ടി ഇതാ ഒന്നുമില്ലായ്മയിൽ കൂടെ നിന്നെ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ജീവിതത്തിൽ ചിലതൊക്കെ തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ ചേതകത്തിൽ കൂടെ കടത്തിവിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മാൾട്ട ദ്വീപ് മുഴുവനും അവന് കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാൾട്ട ദ്വീപിലെ എത്രയെന്നറിയാത്തതായിട്ടുള്ള ആത്മാക്കളെ ദൈവം അവന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഒരുക്കിയത്. അപ്പോൾ ദൈവമക്കളെ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹം മാത്രമല്ല, ആത്മീയമായിട്ടുള്ളതായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവം നിന്നെ ഈ പറയുന്നതായിട്ടുള്ള പ്രതികൂലത്തിൽ കൂടെ കടത്തിവിടുന്നത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് കഷ്ടത കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കാതെ, കഷ്ടത കാണുമ്പോൾ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും വേദനയിൽപ്പെട്ടും പോകുവാനായിട്ടല്ല, മറിച്ച് ഈ കഷ്ടതയിൽ കൂടെ ദൈവം നിനക്ക് എന്തൊക്കെയോ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്നെ സമ്പന്നനാക്കി തീർക്കുവാനായിട്ട്, ആത്മീക സമ്പന്നതയിലേക്ക് നിന്നെ കൊണ്ടുവരിക. പൗലോസ് കുറെ നാളായിട്ട് ഒരുപാട് ആൾക്കാരെ നേടിയിട്ടുണ്ട്, ഒരുപാട് ആത്മാക്കളെ നേടിയിട്ടുണ്ട്. പോരാ, നിന്നെ കുറച്ചുകൂടെ സമ്പന്നനാക്കണം. അതുകൊണ്ട് കഷ്ടത നമ്മളെ ആത്മീയ സമ്പന്നതയിലേക്ക് നയിക്കുന്നതായി തീരട്ടെ. അതോടൊപ്പം തന്നെ നിനക്ക് വേണ്ടുന്നത് നിന്റെ കപ്പലിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ളതിനെ നിറച്ചു തരുന്നവനുമാണ് ഈ ദൈവം എന്നുള്ളത് നമ്മൾ വിശ്വാസത്തോടുകൂടെ അങ്ങോട്ട് കൈക്കൊണ്ടാട്ടെ. ഇനി ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് വീണ്ടും നീട്ടേണ്ടി വരും. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിന് സമയമുള്ളപ്പോൾ പറഞ്ഞുകൊള്ളാം. വേഗം അവിടെ നിന്ന് മുൻപോട്ട് പോവുകയാണ്. അതിനുശേഷം എന്താണ്, 3 മാസം കഴിഞ്ഞതിന് ശേഷം ദ്വീപിൽ നിന്ന് അവര് യാത്ര പുറപ്പെടുകയാണ്. അവിടെ ശീതകാലം കഴിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു അശ്വിനി കപ്പൽ അവര് അതിൽ പ്രവേശിക്കുകയാണ്. അശ്വിനി ചിഹ്നമുള്ളതായ ഒരു കപ്പൽ, അലക്സാണ്ട്രിയയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അശ്വിനി ചിഹ്നമുള്ളതായിട്ടുള്ള ഒരു കപ്പൽ. ഈ അശ്വിനി ചിഹ്നം എന്ന് പറയുന്നത് ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ ഇരട്ട മക്കളായിരിക്കുന്ന കാസ്റ്റർ എന്നും പോളക്സ് എന്നും പേരുള്ളതായ സിയൂസിന്റെ 2 മക്കളുടെ ചിഹ്നം, സിമ്പൽ ഉള്ളതായ കപ്പലാണ് ഈ പറയുന്നതായിട്ടുള്ള മാൾട്ട ദ്വീപിൽ കിടക്കുന്നതായിട്ടുള്ള കപ്പൽ എന്ന് ഓർത്തുകൊള്ളാം. ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്നതായിട്ടുള്ള ദേവന്മാരുടെ പേരുകളെ കൊത്തിവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദേവന്മാരുടെ പേരുകൾ ഉള്ളതായ കപ്പലുകളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഓരോ കപ്പലിനും ഇതുപോലെയുള്ള ഓരോ അടയാളം ഉള്ളത് അന്നത്തെ ഒരു പ്രവണതയാണ്, ഒരു രീതിയാണ്. പ്രത്യേകിച്ചും ഈ പറയുന്നതായിട്ടുള്ള സിയൂസ് ദേവന്റെ മക്കളുടെ രൂപം കൊത്തിയിരിക്കുന്നതായിട്ടുള്ള കപ്പല് നാവികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരദേവതയായിട്ട് ഈ ദേവന്മാരെ അവരെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേര് കൊത്തി ഇതിൽ വെച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ അശ്വിനി ചിഹ്നത്തിൽ ഉള്ളതായ ഈ കപ്പലില് അവര് പ്രവേശിക്കുന്നു. ആ കപ്പലിൽ നിന്ന് അവർ പിന്നീട് യാത്ര പുറപ്പെടുകയാണ്. അവർ യാത്ര പുറപ്പെട്ട് സിറാക്കൂസിലെത്തുന്നു. സിറാക്കൂസിൽ നിന്ന് സിസിലിയുടെ തലസ്ഥാനമായിട്ടുള്ളതായ സിറാക്കൂസിൽ അവർ എത്തുന്നു. അതിനുശേഷം ഇറ്റലിയുടെ തെക്കേ അറ്റത്തെ മുനമ്പായിട്ടുള്ളതായ റെഗ്യൂണില് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് നേപ്പിൾസിന്റെ ഉൾക്കടലിൽ കൂടെ കടന്ന് വടക്കേ അറ്റത്തുള്ള തുറമുഖ പട്ടണമായിട്ടുള്ള പുത്യോലിയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അവിടെ യൂഷ്വലി അലക്സാണ്ട്രിയയിൽ നിന്നും കടന്നു വരുന്നതായിട്ടുള്ള കപ്പലുകൾ ചരക്കിറക്കുന്നതായിട്ടുള്ളതായ ധാന്യവുമായിട്ടൊക്കെ കടന്നു വരുന്നതായിട്ടുള്ള കപ്പലുകൾ ചരക്കിറക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു തുറമുഖമാണ് ഈ പുത്യോലി എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശം. അവിടെ ഇവരെയും കൊണ്ട് വരുന്നതായിട്ടുള്ള ശതാധിപനായിട്ടുള്ള ജൂലിയസിന് ഏതാനും ദിവസത്തെ താമസം ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിനും ആളുകൾക്കും അവിടെ 7 ദിവസം പാർക്കുവാനായിട്ട് അവസരം അവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ ഉള്ളതായ വിശ്വാസികളെ കാണുവാനായിട്ട് പൗലോസിന് അവസരം ലഭിക്കുകയാണ്. തുടർന്ന് കരമാർഗം അവരവിടെ നിന്ന് റോമിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗമാണ്
നമുക്ക് തുടർന്നുള്ളതായ വാക്യങ്ങൾ, ഞാൻ എല്ലാ വാക്യങ്ങളും ഇന്ന് വായിക്കുവാനായിട്ട് സമയമെടുക്കുന്നില്ല, നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചാൽ മാത്രം മതി. അവർ റോമിലേക്ക് പോകുന്നു. റോമിൽ നിന്ന് പൗലോസിന്റെ വരവ് അറിഞ്ഞ് റോമിലെ വിശ്വാസികൾ അവനെ വന്ന് സ്വീകരിക്കുന്നു. അപ്യാപുരം എന്ന് പറയുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ ത്രിമണ്ഡപം എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏകദേശം റോമിൽ നിന്ന് 48 കിലോമീറ്ററും അതുപോലെ തന്നെ 64 കിലോമീറ്ററും ദൂരമുള്ള പ്രദേശമാണ് ഈ അപ്യാപുരവും ത്രിമണ്ഡപവും എന്ന് പറയുന്നത്. അവിടെ വന്ന് അവനെ സ്വീകരിക്കുകയാണ്. പൗലോസ് വരുന്നു എന്നുള്ളതായ അറിവ്. കാരണം റോമിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു. റോമാലേഖനം എഴുതാനുള്ള സമയത്ത് നമുക്കറിയാം, റോമാലേഖനം എഴുതാനുള്ള സമയത്ത് ഫേബയുടെ കയ്യിൽ, കെൻക്രയിലെ ശുശ്രൂഷക്കാരിയായിരുന്ന ഫേബയുടെ കയ്യിൽ റോമിലേക്കുള്ളതായ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്, റോമാലേഖനമൊക്കെ. അപ്പൊ റോമയിലുള്ളതായ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് താൻ റോമിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എഴുതിയത്. അതുകൊണ്ട് റോമിലുള്ളതായ വിശ്വാസികൾക്ക് ഈ പറയുന്ന പൗലോസ് അപ്പോസ്തലനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലനെ സ്വീകരിക്കുവാനായിട്ടാണ് അവരെ അവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേറിട്ട് പാർപ്പാനായിട്ട് പൗലോസിന് അനുവാദം ലഭിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. പൗലോസിനെ കൊണ്ടുപോകുന്നതായിട്ടുള്ള പടയാളികളുണ്ട്. ഈ റോമിൽ ആദ്യത്തെ പ്രാവശ്യമാണ് റോമിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. ആദ്യമായിട്ട് എത്തിച്ചേരുകയാണ്. റോം കാണണമെന്നൊക്കെ തനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താനൊരു റോമൻ പൗരനായിരുന്നു. എന്നാൽ റോം എന്ന് പറയുന്ന സിറ്റി ഒന്നും അദ്ദേഹത്തിന് കാണുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചില്ല. പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹം എത്തിച്ചേരുന്നത് ഒരു തടവ് പുള്ളിയായിട്ടാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ആദ്യം ആയിട്ട് ഈ റോമിൽ എത്തിച്ചേരുമ്പോൾ 2 വർഷക്കാലം അദ്ദേഹം റോമിൽ താമസിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് വർഷവും അദ്ദേഹം വീട്ടുതടങ്കലിലാണ് താമസിക്കുന്നത്. ഒരു വലിയ തടവുകാരനായിട്ടല്ല. അദ്ദേഹത്തിന്റെ കരവും മറ്റൊരു പടയാളിയുടെ കരങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ചെയിനിട്ട് ബന്ധിച്ചാണ് ഒരു വീട്ടുതടങ്കലിൽ അദ്ദേഹം വാടകയ്ക്ക് എടുത്തതായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പോൾ വാസ് അലൗഡ് ടു സ്റ്റേ ബൈ ഹിംസെൽഫ് വിത്ത് ദ സോൾജിയർ ദാറ്റ് ഗാർഡഡ് ഹിം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 29-ാമത്തെ വാക്യത്തിനകത്ത്, അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 29-ാമത്തെ വാക്യത്തിന് അവിടെ പറയുന്നുണ്ട്, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു എന്നാ പറഞ്ഞത്. ഹി ലീവ് ദർ 2 whole years അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 വർഷം പൗലോസ് അപ്പോസ്തലൻ റോമിൽ പാർത്തു. ഒരു തടവ് പുള്ളിയെ പോലെ പാർത്തുവെങ്കിലും താൻ വാടകയ്ക്കെടുത്തതായ ഒരു വീട്ടുതടങ്കലിൽ ആയിരുന്നു എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ട് ഓർത്തുകൊള്ളണം. ഈ വീട്ടുതടങ്കലിൽ ആയിരിക്കുമ്പോഴും ഓരോ ദിവസവും തന്റെ കാവലിനായിട്ട് പടയാളികൾ വരുമായിരുന്നു. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, തന്റെ കൈയും മറ്റൊരു തന്നെ നോക്കുവാൻ വരുന്ന പടയാളികളുടെ കൈയും തമ്മിൽ ബന്ധിച്ചായിരുന്നു ആ 2 വർഷവും അദ്ദേഹം അവിടെ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിനകത്തും വീടിന് ചുറ്റളവിലും മാത്രമേ അദ്ദേഹത്തിന് പോകുവാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. വീടിന് പുറത്ത് പോകുവാനായിട്ടുള്ള പെർമിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനിയും അദ്ദേഹത്തിന്റെ ഈ 2 വർഷക്കാലത്തെ ഈ വീട്ടു തടങ്കലിൽ ആയിരുന്നു കൊണ്ടുള്ള പ്രവർത്തനം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അനേക സോൾജിയേഴ്സിനോട്, അനേക പടയാളികളോട് സുവിശേഷം പറയുവാനായിട്ടുള്ള ഒരു വലിയ അവസരം അദ്ദേഹത്തിന് കിട്ടി. കാരണം തന്നെ നോക്കുവാനായിട്ട് ഓരോ ദിവസവും വരുന്നതായിട്ടുള്ള പടയാളികളോട് പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ, വ്യക്തിപരമായിട്ടുള്ളതായ സുവിശേഷ ഘോഷണത്തിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ റോമിലുള്ളതായ അനേക പടയാളികളോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു ജനസമൂഹത്തോട്, ഒരു പ്രത്യേക വിഭാഗത്തോട് അദ്ദേഹത്തിന് സുവിശേഷം പറയുവാനായിട്ടുള്ളതായ അവസരം അവിടെ ലഭിച്ചു എന്ന് ഉള്ളത് പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. ഏകദേശം AD 60-62 കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ റോമിൽ ആദ്യത്തെ കാരാഗ്രഹവാസം ചെയ്യുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത്. AD 60-62 കാലയളവിൽ. ഈ 60-62 കാലയളവിൽ താൻ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. ഒരു തടവ് പുള്ളിയാണ്. വീട്ടുതടങ്കലിലാണെങ്കിലും താൻ ഒരു തടവ് പുള്ളിയാണ്. തനിക്കുള്ളതായ മറ്റ് സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും തന്റെ ഈ തടവ് കാലത്തെ, തന്റെ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തെ അദ്ദേഹം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? സുവിശേഷത്തിന്റെ ഘോഷണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 1-ാം കാരാഗ്രഹ വാസകാലത്താണ് താൻ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുന്നത്. പ്രിസൺ ലെറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാരാഗ്രഹ ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ, ഇങ്ങനെ 4 ലേഖനങ്ങൾ
ഈ കാരാഗ്രഹവാസ കാലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് എന്നുള്ളത് ഓർക്കണം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഒന്ന് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലത്ത് ഏകദേശം ഒരു 37 വർഷത്തോളം അദ്ദേഹം സുവിശേഷ വേല ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് കൂടുന്നത്. അതായത് 32 വയസ്സിലാണ് സ്തേഫാനോസിനെ കല്ലെറിയുന്ന കാലഘട്ടം. അദ്ദേഹത്തിന്റെ 32 വയസ്സ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹം മരിക്കുന്നതായിട്ടുള്ള സമയത്ത് 67-68 വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 37 വർഷത്തോളം അദ്ദേഹം സുവിശേഷ വേല ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ 37 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകളെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. താൻ ജീവനോടുകൂടെ ഇരുന്നപ്പോൾ ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തി, ഒരുപാട് പേരോട് സുവിശേഷം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭാഗമൊക്കെ വീണ്ടും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താറുള്ള സമയത്ത് എന്റെ മനസ്സിൽ വന്നതായിട്ടുള്ള ഒരു ചിന്ത, പൗലോസ് അപ്പോസ്തലൻ ആത്മാക്കളെ നേടുന്നത് നിന്നു പോയിട്ടില്ല. ഇപ്പോഴും പൗലോസ് അപ്പോസ്തലൻ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനായിട്ടാണ് എനിക്കിഷ്ടം. കാരണം പൗലോസിന്റെ ലേഖനങ്ങൾ കാരാഗ്രഹവാസകാലത്തും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ താൻ എഴുതിയ ലേഖനങ്ങളിൽ കൂടെ ഇപ്പോഴും താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം അത് പറയുന്നതിൽ കൂടെ പൗലോസിൽ കൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ പൗലോസിൽ വ്യാപരിച്ചതായിട്ടുള്ള പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഈ സുവിശേഷം ഇന്നും നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കഴിഞ്ഞ 2000-ൽ പരം വർഷമായിട്ട് പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ വചനം നമ്മൾ കൂടുതൽ കൂടുതൽ പരിശോധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നാം ചെയ്യുന്നതായിട്ടുള്ള നല്ല പ്രവൃത്തി അത് നിലനിൽക്കും എന്ന, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഈ വ്യക്തി തന്റെ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തതായ നല്ല പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് ഈ ലേഖന പരമ്പര എന്നുള്ളത് ഓർത്തുകൊള്ളാം. ആ പ്രവർത്തികൾ, ആ സൽപ്രവർത്തികൾ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും പൗലോസ് അപ്പോസ്തലൻ താൻ സ്വർഗത്തിൽ ആയിരിക്കുന്നു എങ്കിൽ പോലും ഇന്നും പൗലോസ് അപ്പോസ്തലൻ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുവാനാണ് എനിക്കിഷ്ടം. കാരണം ഇന്നും അദ്ദേഹം സംസാരിക്കുന്നു, ഇന്നും അദ്ദേഹത്തിൽ കൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള വചനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എന്ന ഒരു വ്യക്തിത്വം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് സംസാരിക്കുകയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതോടുകൂടെ ഇന്നും അദ്ദേഹം ആത്മാക്കളെ നേടുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ചിരച്ഛേദം ചെയ്യപ്പെട്ട് മാറ്റപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ സുവിശേഷ വേല അസ്തമിച്ചിട്ടില്ല. ഇന്നും തിരുവചനം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പൗലോസിന്റെ ആ ജീവിതത്തിൽ കൂടെ, ആ ജീവിതത്തെ പരാമർശിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, തനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു സമയം പോലും അദ്ദേഹം വെറുതെ കളഞ്ഞില്ല. 2 വർഷം ആദ്യത്തെ കാരാഗ്രഹവാസം, ആ 2 വർഷത്തിൽ അദ്ദേഹം ചെയ്തത് 4 കാരാഗ്രഹ ലേഖനങ്ങൾ അദ്ദേഹത്തിന് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു എന്നോർക്കണം. ഇന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഈ 4 ലേഖനങ്ങൾ ഒക്കെ എടുത്തു വെച്ച് ചിന്തിക്കുന്നതും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ കാരണമായി മാറിയത്? തനിക്ക് ലഭിച്ച അവസരങ്ങളൊന്നും അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. തടവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോവിഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്ന ഒരു എന്താ പറഞ്ഞത്, വീട്ടുതടങ്കലിലാണ് നമ്മൾ ആയിരിക്കുന്നത്, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ റോമിൽ വീട്ടുതടങ്കലിലായതുപോലെ ഇന്ന് ലോകം വീട്ടുതടങ്കലിലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമുക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. റോഡിൽ നേരെ ചൊവ്വേ ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു വീട്ടിൽ പോകുവാനായിട്ട് കഴിയത്തില്ല, മറ്റുള്ളവരെ കാണുവാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇപ്പോ നമ്മൾ വീട്ടുതടങ്കലിലാണ്. അപ്പൊ വീട്ടുതടങ്കലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണോ വേണ്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. പൗലോസ് അപ്പോസ്തലന് സൂം പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇതുപോലത്തെ ടെക്നോളജി ഒന്നും, ഇന്റർനെറ്റും ഫോണും വാട്സാപ്പും സൂം പ്ലാറ്റ്ഫോമും ഒന്നും അന്നില്ലായിരുന്നു എന്നുള്ളത് ഓർക്കണം. അന്ന് തനിക്കുണ്ടായിരുന്ന വാട്സാപ്പും അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമും എന്ന് പറയുന്നത് താൻ ലേഖനങ്ങൾ ഇരുന്നുകൊണ്ട് എഴുതുമായിരുന്നു. കൂടെ വന്നിരുന്നിട്ടുള്ള ആൾക്കാരോട് വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വ്യക്തികളോട് സുവിശേഷം നേരിട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. താൻ കുത്തിയിരുന്ന് എഴുതിയത് കൊണ്ട് ഈ ലേഖനങ്ങളൊക്കെ ലോകത്തിന് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്റെ ഒരു നിമിഷം പോലും താൻ വെറുതെ വേസ്റ്റ് ആക്കിയില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഇത് നമുക്കൊരു വലിയ ചലഞ്ചാണ്, ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുകൂടെ നമ്മൾ ഓർക്കണം ദൈവമക്കളെ. ഇന്ന് ഒരുപാട് സുവിശേഷ വേലക്കാരായാൽ പോലും വെറുതെ ഇരിക്കുന്നവരുണ്ട്. കാരണം ഒന്നും ചെയ്യാനായിട്ടില്ല, എന്നാ ചെയ്യാനാണ്,
എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടെ ആയിരിക്കുന്നവരുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. എന്നാൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ കൂടുതൽ കൂടുതൽ വിനിയോഗിക്കുവാൻ ഈ എന്താ പറയുന്നത് ടെക്നോളജികളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുക കോവിഡ് വന്നത് കൊണ്ടല്ലയോ ഒരു വർഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ എത്ര പേരുണ്ടായിരുന്നു പള്ളിയിൽ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പള്ളിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എത്ര പേരാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. വളരെ വിരളിലെണ്ണാനായിട്ടുള്ള ആളുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നൂറിൽ കണക്കിന് ആളുകളിലേക്ക് ഇത് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡ് ഈ തടവറ ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒന്നാം റോമൻ കാരാഗ്രഹവാസം ഒരു അനുഗ്രഹമായിരുന്നു. ആ അനുഗ്രഹത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ 4 കാരാഗ്രഹ ലേഖനങ്ങൾ പുറപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ചലഞ്ച്, ഞാൻ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള ധാരണ മാറ്റിവെച്ചിട്ട് അന്ധകാര നിമിഷങ്ങൾ പോലും, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകൾ പോലും, ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ലോകത്തിന് തോന്നിക്കുന്ന അവസരങ്ങൾ പോലും നമുക്ക് അവസരങ്ങളാക്കി വിനിയോഗിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ് ഇതിൽ കൂടെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. അങ്ങനെ 4 ലേഖനങ്ങൾ അദ്ദേഹത്തെ എഴുതുവാനായിട്ട് കഴിയും. പിന്നീട് എന്താണ്, ഇങ്ങനെ പാർത്ത് തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ 17ാമത്തെ വാക്യം മുതൽ 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരൂശലേമിൽ നിന്ന് ബദ്ധനായി റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറെ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറയുകയാൽ ഞാൻ കൈസറെ അഭയം ചൊല്ലേണ്ടി വന്നു. എന്റെ ജാതികളുടെ നേരെ അന്യായം ബോധിപ്പിക്കാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ല താനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദിയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നതെന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളിവിടെ വായിച്ചതായിട്ടുള്ള കാര്യം, പൗലോസ് അപ്പോസ്തലൻ റോമിൽ വന്ന് വീട് വാടകയ്ക്കെടുത്ത് 3ാമത്തെ ദിവസം റോമിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള യഹൂദന്മാരെ, പ്രമാണിമാരായിട്ടുള്ള ആളുകളെ അവിടെ വിളിപ്പിച്ചു വരുത്തി. വിളിച്ച് വരുത്തിയതിന് ശേഷം താൻ യെരൂശലേമില് അഭിമുഖീകരിച്ചതായിട്ടുള്ള പ്രയാസങ്ങൾ, തന്റെ മേലുണ്ടായതായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് താൻ അവരോട് തന്നെ കാര്യങ്ങളെ പറയുകയാണ്. താൻ അവിടെ വിസ്തരിക്കപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ, താൻ എന്തുകൊണ്ട് വിസ്തരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, മരണയോഗ്യമായിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പറയുന്നു. എന്നാല് കൈസറെ എന്തുകൊണ്ട് അഭയം ചൊല്ലേണ്ടി വന്നു, എന്തുകൊണ്ട് തനിക്ക് റോമിലേക്ക് എത്തേണ്ടതായ ഒരു സാഹചര്യം വന്നു. കാരണം കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അഗ്രിപ്പ രാജാവും ബർണീസും ഒക്കെ ഫെലിക്സ് എന്ന് പറഞ്ഞ ഗവർണർ ഫെസ്തോസിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് അത് അവർക്ക് ഈ പ്രശ്നം തീർക്കാമായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തേണ്ടിയതും ഇങ്ങനെ റോമിൽ എത്തിച്ചേരേണ്ടിയതും വന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് താൻ റോമിൽ വരുവാനായിട്ടുള്ളതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ വന്ന യഹൂദന്മാർ പൗലോസിനോട് പറയുകയാണ്, നിന്റെ പേരിൽ മറ്റ് യെരൂശലേമിൽ നിന്ന് ഉള്ളതായ യഹൂദന്മാരോ ആരും, മറ്റു സഹോദരന്മാരാരും ഒരു അന്യായവും ഞങ്ങളെ ബോധിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നീ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ഈ മതം, അല്ലെങ്കിൽ നീ പറയുന്നതായിട്ടുള്ള തിയോളജിയും ഐഡിയോളജിയും ലോകത്തിനൊരു വലിയ പ്രശ്നമാണ്, ഒരു വലിയ പ്രതികൂലമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുഖാന്തരം നിന്റെ വിശ്വാസം കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേ നിശ്ചയിച്ച് പൗലോസിന്റെ അരികിലേക്ക് അവർ വരികയാണ്. അതാണ് 23ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഓക്കെ, ഇനി നമ്മൾ അവിടെ കാണാനായിട്ട് പോകുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഒരു പർട്ടിക്കുലർ ഡേ നിശ്ചയിച്ച് റോമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ തന്റെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം എന്താണ് ചെയ്യുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രധാനമായിട്ടും
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് താൻ അവിടെ പ്രസംഗിക്കുന്നത്. നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ എവിടുന്നാണ് എടുത്ത് കാണിക്കുന്നത്? പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെ എടുത്ത് കാണിക്കുന്നത് എന്നോർക്കണം. അതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. പഴയ നിയമത്തിന് പ്രാധാന്യമില്ല, പഴയ നിയമം പഠിക്കണ്ട, 39 പുസ്തകങ്ങൾ കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെക്കുന്നതായ അല്ലെ ഒതുക്കി വെക്കുവാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതായിട്ടുള്ള പല സഭകളുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. പുതിയ നിയമത്തിന് മാത്രമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നതായിട്ടുള്ള പല സമൂഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തു തന്നെയും തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ താൻ തന്നെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നാണ്. പൗലോസ് അപ്പോസ്തലനും ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. 66 പുസ്തകങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇത് ദൈവനിശ്വാസ്യമായിട്ടുള്ള വചനമാണ്. ഇതിന്റെ ഒരു പാർട്ട് മാത്രം വിശ്വസിച്ചാൽ മതി, ഒരു പാർട്ട് വിശ്വസിക്കണ്ട. ഒരു പാർട്ട് കാലഹരണപ്പെട്ടതാണ്, ഒരു പാർട്ട് മാത്രമാണ് പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കേണ്ടത് എന്നുള്ള ചിന്തയല്ല വേണ്ടത്. ഈ തിരുവചനം 66 പുസ്തകവും ദൈവനിശ്വാസീയമാണ്. അതുകൊണ്ട് ദൈവനിശ്വാസീയമായി പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വചനത്തിന്റെ ഒരു പോർഷൻ മാത്രം പഠിച്ചാൽ മതി, ഒരു പോർഷൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സത്യദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടോ കഴിയുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. നമ്മുടെ വിശ്വാസം അപൂർണമായി പോകും, ഒരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ. ഇവിടെ എന്താണ് കർത്താവ് പൗലോസ് പറയുന്നത്? യേശുക്രിസ്തുവിനെ എവിടുന്നാണ് എടുത്ത് കാണിച്ചത്? ഇന്ന് നമ്മൾ ഓർക്കണം ദൈവമക്കളെ. എന്നാ ഇതിലൊക്കെ പ്രശ്നമെന്നറിയാം. ഈ പഴയ നിയമം ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സാധാരണ വിശ്വാസിക്ക് അല്ലെങ്കിൽ അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് പഴയ നിയമം കാലഹരണപ്പെട്ടതായി മാറും. പഴയ നിയമം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിൽ ഒരു റിസ്ക് ഫാക്ടർ കൂടിയാണ്. കാരണം ഈ പഴയ നിയമത്തിൽ എഴുതിയേക്കുന്നത് എന്തോ എന്ന് അറിയത്തില്ല, ഇതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാത്തപ്പോൾ അത് കാലഹരണപ്പെട്ടതായി മാറും. നമ്മള് സമാഗമന കൂടാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരു വ്യക്തി ഇതെടുത്തു വെച്ച് വായിച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നീല നൂല്, ധൂമ്ര നൂല്, ചുവപ്പ് നൂല്, ആട്ടുരോമം, ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവും. അപ്പൊ അവർക്കതെന്താ? കാലഹരണപ്പെട്ടതാ. ഈ ആട്ടുരോമവും തകശു തോലും ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോലും ഇതൊക്കെ വായിച്ചു കൊടുത്താൽ വല്ലതും മനസ്സിലാവും. കതിരമര പലക, സ്വർണം, വെള്ളി, ഇതൊക്കെയാണോ വചനത്തിൽ പഠിപ്പിക്കാനായിട്ടുള്ളത്? താമ്രയാഗപീഠം, വിളക്ക്, കാല്, കുറ്റി, കുളുത്ത്, വക്രം, വളയം, തിരശീല, ഇതൊക്കെയാണോ പഠിപ്പിക്കാനുള്ളത്? അപ്പൊ അത് കാലഹരണപ്പെട്ടതാ. എടോ, ഇതെന്തുകൊണ്ടാണ് നിനക്ക് കാലഹരണപ്പെട്ടത്? നിനക്ക് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. നിനക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് ഇതെല്ലാം കാലഹരണപ്പെട്ടതാ. നമ്മൾ മനസ്സിലാക്കിക്കോണം. സമാഗമന കൂടാരം നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. വലിയ സംഭവങ്ങൾ കിടക്കുക അതിനകത്ത് എന്താ നമ്മളെ കാണിച്ചു തരുന്നത്? ദൈവത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓരോരോ ഒരു കുഞ്ഞു വളയത്തെ പോലും എന്തുകൊണ്ടാണ് ദൈവം അത്ര സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ഒരു വളയം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം, ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ ചെയ്തത് എന്താ? മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സമാഗമന കൂടാരത്തിൽ കൂടെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ലേവ്യ യാഗങ്ങളിൽ കൂടെ യേശുവിനെ കാണിച്ചു കൊടുത്തു. ഉത്സവങ്ങളിൽ കൂടെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകം, ന്യായപ്രമാണ പുസ്തകം മുഴുവനും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചു നോക്കി മനസ്സിലാക്കാത്തപ്പോൾ നമ്മൾ പറയും വേണ്ട, അത് കഴിഞ്ഞ പരിപാടിയാണ്. പിന്നീട് പ്രവാചക പുസ്തകങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
മേജർ പ്രോഫറ്റ്സ് ഒക്കെ യെശയ്യാവും യിരെമ്യാവും എസ്കേലും ഒക്കെ എന്നാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത്? യേശുവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. യേശുവിനെ കുറിച്ച് അല്ലാതെ ഒന്നും ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് കണ്ടുപിടിക്കണം, മനസ്സിലാക്കണം, അർത്ഥവത്താക്കി എടുക്കണം. അപ്പോഴാണ് ഇതെല്ലാം തേനിനെക്കാട്ടിലും തേൻ കട്ടയെക്കാട്ടിലും മാധുര്യമേറിയതായിട്ട് മാറുന്നതെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം എന്താണ്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവവായുവാണ് ന്യായപ്രമാണം എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് തന്നെ മോശയുടെ ന്യായപ്രമാണ പുസ്തകം അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് യേശു ന്യായപ്രമാണത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഇവരെ ചൂണ്ടിക്കാണിക്കുകയാണ്, അവരെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രവാചകന്മാർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന മർമ്മത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ദീർഘനേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗിച്ചു പൗലോസ് അപ്പോസ്തലൻ. യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. എന്താ പറയുന്നത്? മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. രാവിലെ തുടങ്ങിയത് നോൺ സ്റ്റോപ്പ് പ്രസംഗം. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ എന്തുമാത്രം എനർജി ഉണ്ടായി കാണുമായിരിക്കും. നമ്മളൊക്കെ 1 മണിക്കൂർ നേരമൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ നമ്മുടെ കപ്പാസിറ്റി ഒക്കെ പോകുന്നു. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗിച്ച പൗലോസ് അപ്പോസ്തലന് എന്തോ എനർജറ്റിക് ഡ്രിങ്ക് കഴിച്ചിട്ടായിരിക്കും. കാരണം പരിശുദ്ധാത്മാവിനെക്കാട്ടിലും വലിയ എനർജി ഡ്രിങ്ക് ഒന്നും ഇല്ലല്ലോ. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഒഴുകുകയാണ്. രാവിലെ മുതലെ തകർത്ത് വെച്ച് കാച്ചുകയാണ്. ബോധം വരുമാറാ പ്രസംഗിച്ചത് കേട്ടോ. വളരെ അവരെ കൺവിൻസ്ഡ് ആവത്തക്ക രീതിയിലാണ്. trying to convince them about Jesus both from the law of Moses and from the prophets. മനസ്സിലാകാത്ത ഭാഷയിലല്ല പ്രസംഗിച്ചത്, വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തക്ക രീതിയിലാണ് പ്രസംഗിച്ചത്. എന്താ സംഭവിച്ചത്? അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത് എന്താ? ചിലർ സമ്മതിച്ചു, ചിലര് കൺവിൻസ്ഡ് ആയി, എഗ്രി ചെയ്തു. സം ഓഫ് ദം ദേ ഡിസ്ബിലീവ്ഡ്. ചിലരെ വിശ്വസിച്ചില്ല. ശരിയാണ്, ഇത് ഇന്നത്തെ പ്രശ്നം ഇത് തന്നെയാണ് കേട്ടോ. മനസ്സിലായാലും മനസ്സിലാവാതെ ജീവിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർക്ക് ബോധ്യം വരുമാതെ പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കുറച്ചു പേര് വിശ്വസിച്ചു, എന്നാൽ കുറച്ചു പേരെ വിശ്വസിച്ചില്ല. ഒരു മജോറിറ്റി വിശ്വസിച്ചിട്ടില്ലെന്ന് നോക്കണം. ഇന്നത്തെയും അവസ്ഥ എന്താ ദൈവജനമേ? തിരുവചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കുന്നു. നമുക്കറിയാം ഇത് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്താണെന്നറിയാം, ഏറ്റെടുക്കത്തില്ല. നമ്മളിത് വേറെ അവരന് വേണ്ടിയിട്ട് ഇതങ്ങ് മാറ്റിവെക്കും. കാര്യങ്ങൾ നമ്മളോട് ദൈവം സംസാരിക്കുന്നു എന്ന് അറിയാമെങ്കിൽ പോലും മനഃപൂർവ്വം അത് ഉൾക്കൊള്ളാതെ വചനത്തിന് മറുതലിച്ച് നിൽക്കുന്നതായിട്ടുള്ള അനുഭവം അത് ഇന്നും നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നുള്ളത് ഓർക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുത്തം പ്രസംഗിക്കുക, വായിട്ടലയ്ക്കുക, വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. കുറച്ചു പേർക്ക് പ്രയോജനമുണ്ടായി, കുറച്ചു പേര് യോജിക്കാതെ, അതായത് 25-ാമത്തെ വാക്യത്തിൽ കണ്ട അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് പിന്നെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. തിരുവചനം സംസാരിച്ചു, അംഗീകരിച്ചില്ല. കുറച്ചുപേർ അംഗീകരിച്ചു, കുറച്ചുപേർ വിശ്വാസികളായി, കുറച്ചുപേർ അവിശ്വാസികളായി തുടരുകയാണ്. ഇന്നും ഈ ലോകത്തിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുന്നവരിൽ ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഏറ്റെടുക്കാത്തവർ ഈ ലോകത്തിന്റെ പാപവഴികളിൽ കൂടെ, അവരുടെ ചിന്താധാരകളിൽ കൂടെ അവർ തുടർന്നുകൊണ്ടേ ഇരിക്കും. പിന്നെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക. യെശയ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നതായ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ തന്നെയാണ്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് അവിടെയും അത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അത് വീണ്ടും കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുക. ആ വാക്യങ്ങള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നതോ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും. മുകളിൽ എന്താ ഞാൻ പറഞ്ഞത്?
അവർക്ക് ബോധം പെരുമാറി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടും എന്താ ചെയ്തത്? ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, ഉൾക്കൊള്ളത്തില്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കൺമുമ്പിൽ തന്നെ കാര്യങ്ങൾ കാണിച്ച് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും അത് കാണാതെയിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാതെ ഇരിക്കുന്നതായ സമൂഹം. യഹൂദൻ അന്നും ഇന്നും ഉള്ളൊരു പ്രശ്നം അതാണ്. അന്നും അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നാൽ അത് ഹൃദയത്തിലേക്ക് കയറ്റാതെ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാത്തതായിട്ടുള്ള ഒരു സമൂഹമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. ഇത് കേട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന്. കേട്ടാൽ എന്ത് സംഭവിക്കും? ഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഒരു ഹീലിംഗ് ഉണ്ട്, ഒരു സൗഖ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ടുള്ളതായ അനുവാദം ഇവൻ കൊടുക്കുന്നില്ല. ദൈവമക്കളെ ഓർത്തുകൊള്ളാം, ദൈവവചനം നാം കേട്ട് അംഗീകരിച്ച് ഉൾക്കൊണ്ട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നീട് സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവം പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. സൗഖ്യമില്ലാത്തടത്ത് സൗഖ്യം വരികയാണ്, സന്തോഷമില്ലാത്തടത്ത് സന്തോഷം വരികയാണ്, സമാധാനമില്ലാത്തടത്ത് സമാധാനം വരികയാണ്. പക്ഷെ നാം അത് അനുവദിക്കണം, ദൈവവചനം ഉൾക്കൊള്ളണം. അതുകൊണ്ടല്ലേ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ. ഇപ്പൊ വാതിൽ തുറക്കുക എന്നുള്ള പ്രവണത ആരുടേതാണ്? വാതിൽ തുറക്കുക എന്നുള്ള ജോലി നമ്മുടേതാണ്. വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നീ ഒറ്റപ്പെട്ടവനായിരുന്നു, നീ ദുഃഖിതനായിരുന്നു, നീ ഒരു ഏകാന്ത തടവുകാരനായിരുന്നു, നീ ഏകനായിട്ട് കാലാകാലങ്ങളായിട്ട് വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നീ നിന്റെ ഏകാന്തതയുടെ വാതിലിനെ ഒന്ന് തുറന്നാൽ നിനക്കൊപ്പം ഇരിക്കുവാൻ, നിന്നോടൊപ്പം ആരുമില്ലെങ്കിലും നിന്നോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കുവാൻ, നിന്നോട് ചേരുവാൻ, നിന്റെ ഭാരങ്ങൾ വഹിക്കുവാൻ, നിന്നിലേക്ക് സന്തോഷത്തെ തരുവാൻ ഇതാ ഞാൻ റെഡിയാണ്. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് എന്റെ വചനത്തെ നിന്റെ ഉള്ളിൽ നീ പ്രവേശിപ്പിക്കുന്നില്ല. വചനം പ്രവേശിക്കട്ടെ, വാതിൽ തുറന്നു കൊടുത്താട്ടെ, വചനം പ്രവേശിക്കട്ടെ. വചനം പ്രവേശിച്ചാൽ നിന്റെ ഏകാന്തത മാറും, നിന്റെ സങ്കടങ്ങളും നിരാശകളും മാറും, നിന്റെ വേദനകൾക്ക് വിരാമം ഉണ്ടാകും. ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന്, അവരെ കേട്ടിട്ടും കേൾക്കാതെയും കണ്ടിട്ടും കാണാതെയും ഉള്ളിൽ സംഗ്രഹിക്കാതെയും ഇരിക്കുന്ന ജനം. സൗഖ്യം ആവശ്യമുണ്ടോ? അനുഗ്രഹം ആവശ്യമുണ്ടോ? ഏകാന്തത മാറണോ? ഭാരം മാറണോ? കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വചനത്തെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും വചനാനുസൃതം ജീവിക്കുവാനായിട്ടും നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും താഴേക്ക് പോകട്ടെ, 28-ാമത്തെ വാക്യം. ആകയാൽ ദൈവം തന്റെ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ യേശുക്രിസ്തുവും ഇതേ ഭാഷ തന്നെ യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രക്ഷ, ഈ കർത്താവിനെ ജാതികൾക്ക് കൊടുക്കുകയാണ്. ജാതികൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അത് ഉറപ്പാ പൗലോസിന്റെ, അത് പൗലോസിന്റെ ഉറപ്പാ. കാരണം എന്താ? തൊട്ട് മുൻപ് നടന്ന സംഭവം എന്താ? മാൾട്ടാ ദ്വീപിൽ ജാതികൾ, ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ബർബരന്മാർ, വചനം പറഞ്ഞപ്പോ കേട്ടോ, അംഗീകരിച്ചോ, ഒരു ദ്വീപ് മുതൽ മൊത്തം മാനസാന്തരപ്പെട്ടോ. ജാതികൾ ഇത് കേൾക്കും, അത് ഉറപ്പാ. ദൈവമക്കളെ, ഈ രക്ഷ നമ്മളിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ അതിന്റെ വാഹകരായിട്ട് മാറുവാനായിട്ടും ഇടയായി തീർന്നിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ അന്നത്തെ ആ ഉറപ്പുണ്ട്. പൗലോസ് അപ്പോസ്തലന് ഉറപ്പുണ്ട്, ഇത് ഞാൻ ജാതികൾക്ക് കൊടുത്താൽ, ഈ രക്ഷ ജാതികൾക്ക് പോയാൽ അവരത് സ്വീകരിക്കും, ഉൾക്കൊള്ളും, അംഗീകരിക്കും. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം ജാതികളിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നീടുള്ള വാക്യം പറഞ്ഞാൽ, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു, അവിടെ തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തീരുകയാണ്. ചിലപ്പോൾ 3-4 മിനിറ്റ് മുൻപോട്ട് പോയതിരിക്കും. വളരെ പേഷ്യന്റ് ആയിട്ടിരിക്കുക. ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, 2 വർഷം ഞാൻ ഓർപ്പിച്ചു. 1-ാമത്തെ കാരാഗ്രഹവാസകാലം 2 വർഷം. ആ 2 വർഷം താൻ എന്ത് ചെയ്തു? താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം പാർത്തു, തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും. അതായത് ഈ 2 വർഷക്കാലം തനിക്ക് വീട്ടുതടങ്കലാണെങ്കിലും തന്നെ വന്നു കാണാനായിട്ടും തനിക്ക് സുവിശേഷം പറയുവാനുമായിട്ടൊക്കെ ഒത്തിരി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പരിമിതമായിരുന്നു എങ്കിൽ പോലും അത് കൃത്യമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ യത്നിച്ചു എന്നുള്ളത്
ഇവിടെ ശ്ലാഘനീയമായിട്ടുള്ളതായ ഒരു കാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. മാത്രമല്ല, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. താൻ തടവറയിലാണെങ്കിലും ദൈവരാജ്യത്തിന് ഒരു തടസ്സവും കൂടാതെ, അല്ലെങ്കിൽ സുവിശേഷത്തിന് ഒരു തടസ്സവും കൂടാതെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, ലോകത്തെ അറിയിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധനായിരുന്നു എന്നുള്ളത് കൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയാണ്. അപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെയും തന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടതായ തിരുവചനം അതിന് ഒരു വിഘ്നവും കൂടാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്നാട്ടുള്ള സമയത്ത് ഒരു കാര്യം കാണാനായിട്ട് കഴിയും. പെട്ടെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. യൂഷ്വലി ലേഖനങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ ആമേൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? സഭയുടെ ചരിത്രമാണല്ലോ പഠിപ്പിച്ചു വന്നത്. ആദിമസഭയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആദിമസഭയുടെ ചരിത്രം നിന്നിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ തുടർന്ന് കണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 സഭകൾക്കുള്ള ദൂത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഓർക്കണം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 7 സഭകൾക്കുള്ള ദൂതിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആമേൻ പറഞ്ഞ് ഇത് മുദ്രയിടാതെ പോയത് എന്നുള്ളത് ഓർത്തുകൊള്ളും, സമാപിക്കാതെ പോയതെന്ന് ഓർത്തുകൊള്ളാം. അതിന്റെ കണ്ടിന്യൂവേഷൻ തുടർന്ന് വരികയാണ്. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 2 വർഷത്തെ തടവ് കഴിഞ്ഞ്, കാരണം വിചാരണ കൂടാതെ ഒരു റോമൻ പൗരനെ 2 വർഷത്തിൽ കൂടുതൽ തടവിൽ വയ്ക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് റോമൻ നിയമം. അങ്ങനെയുള്ളതായ ആ റോമൻ നിയമപ്രകാരം 2 വർഷം കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വീട്ടു തടങ്കലിൽ നിന്ന് അദ്ദേഹം ഫ്രീ ആക്കപ്പെടുവാനായിട്ട്, വിമോചിതനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നമ്മൾ മറ്റ് പല ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഫിലേമോന്റെ ലേഖനം, ഈ കാരാഗ്രഹവാസത്തിൽ എഴുതിയാണല്ലോ ഫിലേമോന്റെ ലേഖനം. ഫിലേമോന്റെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ ഒറ്റ അധ്യായമേ ഉള്ളല്ലോ. അതിന്റെ 22-ാമത്തെ വാക്യം, താൻ ഈ തടവറയിൽ നിന്ന് വിമുക്തനാക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ധ്വനിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിയൻസില് 1-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും താൻ ഈ 1-ാം കാരാഗ്രഹവാസകാലത്തെ 2 വർഷത്തെ തടവറയ്ക്ക് ശേഷം അദ്ദേഹം ഫ്രീ ആക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ടൈറ്റസിന്റെ ലേഖനം നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ആ ലേഖനങ്ങളൊക്കെ കോർത്തിണക്കി വെച്ച് പഠിക്കുമ്പോൾ മാത്രമേ ഈ 2 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മോചിതനായ ശേഷം താൻ വീണ്ടും ഒരു ജേർണി നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് റോമാലേഖനം 15-ാമത്തെ അധ്യായം 22 മുതൽ 29 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുവാനായിട്ട് കഴിയും. ഈ ആദ്യത്തെ കാരാഗ്രഹവാസ കാലത്തിന് ശേഷമാണ് അദ്ദേഹം സ്പെയിനിലേക്കുള്ളതായ തന്റെ യാത്ര നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്പെയിനിലേക്കുള്ളതായ യാത്ര, വീണ്ടും സ്പെയിനിലേക്ക് പോകുന്നു. സ്പെയിനിൽ നിന്ന് അദ്ദേഹം പിന്നീട് റോമാലേഖനം 15-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലൊക്കെ അത് കാണാനായിട്ട് കഴിയും. വീണ്ടും അദ്ദേഹം സ്പെയിനിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുന്നു. തുടർന്ന് എഫെസോസ്, ലവോദിക്ക, കൊളോസിയ, ഫിലിപ്പി, കൊരിന്ത് ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് സന്ദർശിപ്പാനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ത്രോവാസിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. ത്രോവാസിൽ വെച്ചിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫൈനലി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ത്രോവാസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ത്രോവാസിൽ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഏകദേശം AD 64 റോം ഭരിച്ചുകൊണ്ടിരുന്നിട്ടുള്ള നീറോ ചക്രവർത്തി തന്റെ റോമൻ സിറ്റി അദ്ദേഹം മനോഹരമാക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. റോമ നഗരം മനോഹരമാക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും അതിനുള്ളതായ നിർദ്ദേശം പടയാളികൾക്ക് കൊടുത്തു. അങ്ങനെ റോമിലുള്ളതായ കാലപ്പഴക്കം വന്നതായിട്ടുള്ള കെട്ടിടങ്ങൾ എല്ലാം തീ വെച്ച് അദ്ദേഹം നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 7 ദിവസത്തോളം ഈ റോമൻ നഗരങ്ങള് കത്തി എരിയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ റോം നഗരം കത്തി എരിഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള സമയത്ത് നീറോ ചക്രവർത്തി തന്റെ കൊട്ടാരത്തില് തന്റെ ഉദ്ദേശം സാധിച്ചു, റോമിനെ പുതുക്കി പണിയുക, മനോഹരമാക്കുക എന്നുള്ള തന്റെ ഉദ്ദേശം സാധിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ കൊട്ടാരത്തിലിരുന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വീണ വായിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്നാൽ തുടർന്ന് ഈ റോമാനഗരം കത്തിച്ചത് വലിയ പ്രശ്നമായിട്ട് മാറിയപ്പോൾ, വലിയ പ്രൊട്ടസ്റ്റുകൾക്കൊക്കെ കാരണമായി മാറിയപ്പോൾ
അദ്ദേഹം അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് എല്ലാ രാജ്യക്കാരാലും അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളാലും വെറുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ എന്ന് ഓർക്കണം. കള്ളന്മാരെന്നാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ സമൂഹങ്ങളാലും വെറുക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി മാറിയെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ റോമ നഗരം കത്തി എറിഞ്ഞതിന്റെ അല്ലെങ്കിൽ കത്തിച്ചതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിൻഗാമികളായിരുന്നായിട്ടുള്ള സകല ശിഷ്യന്മാരെയും അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെയും ഈ വിശ്വാസത്തിലായിരുന്നായിട്ടുള്ള സകല ആളുകളെയും റോമൻ കൈസറായിരുന്ന നീറോ പീഡിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാലഘട്ടത്തിലെ പീഡനം എന്ന് പറയുന്നത് ക്രിസ്തീയ സഭ അഭിമുഖീകരിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ പീഡനമായിരുന്നു. കുഞ്ഞു മക്കളെ കൊണ്ട് ഇറങ്ങി ഓടുന്നതായിട്ടുള്ള അമ്മമാരുടെ പക്കൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഈ വിശ്വാസികളെ വലിച്ചെറിഞ്ഞ സിംഹങ്ങൾ അവരെ വലിച്ച് കീറുന്നത് കണ്ട് സന്തോഷിച്ച് ആർത്തുല്ലസിക്കുന്നതായിട്ടുള്ള അനുഭവം. അനേക വിശ്വാസികളെ ക്രൂശിൽ തറച്ച് കൊല്ലുവാനായിട്ടിടയായിത്തീർന്നു. അനേകരെ കൊന്ന തീപ്പന്തങ്ങളാക്കി കമ്പുകളിൽ കുത്തി കത്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ കാലഘട്ടത്തെ പീഡനം വിവരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം വിവരിക്കേണ്ടി വരും. അപ്പോൾ അന്നുണ്ടായിരുന്നായിട്ടുള്ള ഈ റോമ നഗരം കത്തിയെറിഞ്ഞതിന്റെ പുറകിൽ ക്രിസ്ത്യാനികളാണ് എന്ന് അവരെ കുറ്റം വിധിച്ച് ഒരു വലിയ പീഡനം നീറോ അഴിച്ചുവിടുവാനായിട്ടിടയായിത്തീർന്നു. ആ പീഡനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സകല ക്രിസ്ത്യാനികളെയും കൊല്ലുവാനായിട്ട് അദ്ദേഹം മുതിർന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ സമയത്ത് ത്രോവാസിൽ ആയിരുന്നതായ പൗലോസ് അപ്പോസ്തലനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും റോമിലേക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ കാരാഗ്രഹവാസകാലം വീട്ടുതടങ്കലിൽ ആയിരുന്നുവെങ്കിൽ രണ്ടാം കാരാഗ്രഹവാസകാലം ദുഷ്പ്രവർത്തിക്കാരൻ എന്നുള്ള നിലയിലുള്ളതായ ഒരു കാരാഗ്രഹവാസമായിരുന്നു തനിക്ക് ലഭിച്ചിരുന്നത് എന്ന് ഓർക്കണം. ഒരു ഒറ്റമുറിയിൽ താൻ ഒരു നിഷ്ഠൂരനായിട്ടുള്ളതായ ഒരു പ്രവർത്തിക്കാരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എന്നിട്ടും അദ്ദേഹത്തെ ആക്കിയിരുന്നത് വളരെ പീഡനങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും ആ പീഡനങ്ങളുടെ നടുവിലും തന്റെ ഇഹലോകത്തിലെ അവസാനത്തെ എഴുത്ത് അദ്ദേഹം എഴുതി. 2 തിമോത്തി, അത് രണ്ടാം കാരാഗ്രഹ പ്രവാസ കാലത്തിൽ എഴുതിയതായിട്ടുള്ള ഒരു പാസ്റ്ററൽ എപ്പിസൽ, ഇടയലേഖനം എന്നുള്ള ഗണത്തിൽ വരുന്നതാണ് ഈ പറയുന്നതായിട്ടുള്ള 2 തിമോത്തി. എങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ കരങ്ങൾ കൊണ്ട് അവസാനമായിട്ട് എഴുതിയതായിട്ടുള്ളതായ ഒരു ലേഖനമാണ് ഈ 2 തിമോത്തി എന്നുള്ളത് ഓർത്തുകൊള്ളണം. ആ ലേഖനത്തിൽ താൻ തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുവെന്നും താൻ പനിയെ യാഗമായിട്ട് ഒഴിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിമോത്തിയോസിന് ഒരു ലേഖനം കൊടുക്കുകയാണ്. തിമോത്തിയോസിന് അയക്കുന്ന ഒരു ലെറ്ററാണ്. തിമോത്തിയോസിനോട് അതിനകത്ത് ആവശ്യപ്പെടുന്നുണ്ട്, ആ ലേഖനം നിങ്ങളുടെ അടുത്ത് വെച്ച് വായിച്ചുകൊള്ളാം. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം വരണം, കാരണം ശീതകാലമാണ്. ഞാൻ ത്രോവാസിൽ വെച്ചിട്ട് 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്, സമയം കടന്നു പോകുന്നല്ലോ. 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മാത്രം. അവിടെ പറയുന്നുണ്ട്, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ച് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ശൈത്യകാലമാണ്, നീ എത്രയും വേഗം വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്ററാണ് ഇദ്ദേഹത്തിന് തിമോത്തിയോസിനോട് അയക്കുന്നത്. ത്രോവാസിൽ വെച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ, പെട്ടെന്ന് പിടിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പത്തിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഒരു പുതപ്പുണ്ടായിരുന്നു, കുറച്ച് പുസ്തകങ്ങള്, പിന്നെ ചർമ്മലിഖിതങ്ങൾ, അതായത് തോലിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള തോൽ ചുരുളുകൾ, ഇത് നീ കൊണ്ടുവരണം. ഇതായിരുന്നു ബഹുസമ്പന്നനായിട്ട് ജീവിച്ചിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യന്റെ അവസാനത്തെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്രയുമേ ഉള്ളായിരുന്നു, ഒരു ഷീറ്റ്. അപ്പൊ ഞാൻ ഓർത്തു പോവുകയാണ്, ഈ റോമൻ കാരാഗ്രഹവാസത്തിൽ തീരെ ശൈത്യം. അദ്ദേഹം ഒരു പക്ഷേ ഈ വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു പുതപ്പ് പോലും പുതയ്ക്കുവാനായിട്ടില്ലാത്ത കഷ്ടതയിൽ കൂടെ അല്ലേ ഈ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയത്. അതുകൊണ്ടാണ് നീ വരുമ്പോൾ എനിക്ക് ഉള്ളത് കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ പൗലോസിനെ വിടുന്നത്. എന്നാൽ തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസ് ഈ സാധനങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് ഒരു സുപ്രഭാതത്തില് റോമൻ ജയിലറയിൽ എത്തുകയാണ്. ജയിലറയിൽ എത്തുന്നതായിട്ടുള്ള സമയത്ത് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നായിട്ടുള്ള അല്ലെങ്കിൽ ആ ജയിലിൽ ഉണ്ടായിരുന്നായിട്ടുള്ള തടവുകാരൻ, എന്റെ മകൻ തിമോത്തിയോസ് ഇതുവരെയും വന്നില്ലല്ലോ എന്നുള്ളതായ ആ വേദനയോടുകൂടെ പൗലോസ് ആയിരിക്കുകയാണ്. അങ്ങനെ തിമോത്തിയോസ് അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ എത്തിച്ചേർന്ന തിമോത്തിയോസിനോട് ചോദിച്ചു,
സഹതടവുകാർ ചോദിക്കുന്നു, നീയാണോ തിമോത്തി എന്ന് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഞാനാണ് തിമോത്തി എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ പിതാവ് 2 ദിവസത്തിന് മുൻപ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നുള്ളതായ ഒരു വാർത്തയാണ് ഈ സഹതടവുകാര് തിമോത്തിയോസിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. തന്റെ തലയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഭാണ്ഡക്കെട്ടുമായിട്ട് തിമോത്തിയോസ് അവിടെ ബോധം കെട്ട് വീഴുന്നു എന്നുള്ളതായ ഒരു ചരിത്രം പൗരാണിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് തിമോത്തിയോസ് നോർമലായതെന്ന് പോലും അറിയുകയില്ല എന്നാ പറഞ്ഞത്. പിന്നീട് തിമോത്തിയോസ് ബിഷപ്പായിട്ടൊക്കെ മാറുന്നുണ്ടല്ലോ. നമുക്ക് ആ കഥകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഇപ്പോൾ സമയമില്ല. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം പാരമ്പര്യ രേഖകൾ പ്രകാരം പൗലോസിന്റെ ശിരച്ഛേദം നടക്കുന്നത് റോമാ നഗരത്തിലെ ഓസ്റ്റിയൻ റോഡിൽ ട്രിഫോന്റേൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അധികാരികൾ, റോമൻ പടയാളികൾ പൗലോസ് അപ്പോസ്തലനെ ശിരച്ഛേദം ചെയ്തത്. ഇന്ന് അവിടെ അതിനുശേഷം പൗലോസ് അപ്പോസ്തലന്റെ ശരീരം എടുത്ത് അവിടെ അടക്കം ചെയ്യപ്പെടുന്നുണ്ട്. AD 324 കോൺസ്റ്റന്റൈൻ അവിടെ ചക്രവർത്തി അവിടെ ക്രിസ്ത്യാനിയായി മാറുമ്പോൾ പൗലോസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പള്ളി അവിടെ പണി കഴിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഓർമ്മപ്പള്ളി ഇപ്പോഴും റോമിൽ പൗലോസിന്റെ പേരിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് ഏകദേശം 37 വർഷക്കാലം പൗലോസ് എന്ന് പറയുന്ന ധീര സേനാനി, ധീര പടയാളി, ധീര യോദ്ധാവ്, സുവിശേഷത്തിന്റെ പ്രചാരകൻ താൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ തന്റെ ഓട്ടം ഓടി പൂർത്തീകരിക്കുകയാണ്. അവസാനം പറയുകയാണല്ലോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് പൗലോസ് അപ്പോസ്തലൻ തന്റെ ഓട്ടം ഓടി പൂർത്തീകരിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടനഷ്ട അപമാനങ്ങൾ സഹിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അവസാനം താൻ ഈ ലോകത്തിൽ നിന്ന് ശിരച്ഛേദം ചെയ്യപ്പെട്ട് മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. വളരെ പ്രമുഖനായിട്ടുള്ളതായ ദൈവം തെരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു സുവിശേഷകന്റെ, ഒരു അപ്പോസ്തലന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. കത്തി ജ്വലിച്ചു നിന്നതായിട്ടുള്ള ഒരു ദീപശിഖ അതിവിടെ അണയുകയാണ്. പൗലോസിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്കിലും ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ പൗലോസിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. പൗലോസ് ആത്മാക്കളെ നേടുന്നത് നിന്നിട്ടുമില്ല, നിലച്ചിട്ടുമില്ല. പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള തിരുവചനത്തിന് വിഘ്നം ഉണ്ടായിട്ടുമില്ല. ഇന്നും ഇതാ പൗലോസിന്റെ ശിരച്ഛേദത്തിന് ശേഷവും പൗലോസ് മറഞ്ഞ സ്വർഗത്തിലായിരിക്കുമ്പോഴും പൗലോസിൽ കൂടെ ലോകം ഇന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വചനത്തിൽ കൂടെ ലോകം ഇന്നും യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പൗലോസ് അപ്പോസ്തലന്റെ ധന്യമായിട്ടുള്ള ജീവിതം ഒരു പാനീയയാഗമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് അവസാനിക്കുകയാണ്. ദൈവമക്കളെ, പൗലോസിൽ കൂടെ നമ്മളോട് ദൈവവും ആവശ്യപ്പെടുന്നത്, പൗലോസിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ചലഞ്ചാണ്, ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒരിക്കൽ സുവിശേഷത്തിന് എതിരായി നിന്നവൻ, എന്നാൽ സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന് അനുകൂലവാദിയായവൻ, പിന്നീട് ഒരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. താൻ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടങ്ങൾ, മാനക്കേടുകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, പീഡനങ്ങൾ എണ്ണി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി മാറട്ടെ. ആ ജീവിതം നമുക്കും അനുകരിച്ചുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ അനുകാരികൾ ആയിരിപ്പീൻ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികൾ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആയിരിപ്പീൻ. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ അനുകരിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ അനുകരിപ്പാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ ജീവിതങ്ങൾ നാളെ നമ്മുടെ തലമുറകൾ പറയണം, നമ്മുടെ ജീവിതങ്ങൾ എന്റെ പിതാവിന്റെ, എന്റെ മാതാവിന്റെ ജീവിതം അനുകരണീയമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമായി മാറട്ടെ, ഒരു ചലഞ്ച് ആവട്ടെ. ആ ജീവിതത്തിന്റെ നന്മയെ പിന്തുടരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷം നീണ്ടു നിന്നതായ അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനത്തിന് ഇവിടെ വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.